ലോകമെമ്പാടുമുള്ള റേഡിയോ മരിയ ശ്രോതാക്കൾക്ക് വത്തിക്കാനിൽ നിന്നുള്ള വാർത്തകളിലേക്ക് സ്വാഗതം. സഭയുടെ ആത്മീയ ഉന്നമനത്തിനും യുവജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി നീക്കിവെച്ച ആഴ്ചയാണിത്. ലിയോ 14 മാർപ്പാപ്പയുടെ പൊതുദർശനം. ബുധനാഴ്ച വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന പൊതുദർശനത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണമായ ലൂമൻ ജെൻസിയത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള അവസാന അധ്യായത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം സംസാരിച്ചത്. സഭയുടെയും വിശ്വാസികളുടെയും മാതൃകയായി മറിയത്തെ അദ്ദേഹം ഉയർത്തിക്കാട്ടി. കൂടാതെ 45 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ജോൺ പോൾ II മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ സ്ഥലത്ത് ലിയോ 14 മാർപ്പാപ്പ പ്രാർത്ഥന നടത്തി. ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിനം കൂടിയായ ഇന്നേ ദിവസം സമാധാനത്തിനായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മാതൃദിന സന്ദേശം. അമ്മമാരുടെ മഹത്വം. കഴിഞ്ഞ ഞായറാഴ്ച ആഘോഷിച്ച മാതൃദിനത്തോടനുബന്ധിച്ച് ലിയോ 14 മാർപ്പാപ്പ നൽകിയ സന്ദേശം ഇന്നും ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. അമ്മമാരുടെ ത്യാഗത്തെയും സ്നേഹത്തെയും കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: യേശുവിൻ്റെയും നമ്മുടെയും മാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ എല്ലാ അമ്മമാർക്കും വേണ്ടി, പ്രത്യേകിച്ച് പ്രയാസകരമായ സാഹചര്യങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് സ്നേഹത്തോടും നന്ദിയോടും കൂടി പ്രാർത്ഥിക്കാം. അമ്മമാരുടെ സ്നേഹം ദൈവത്തിൻ്റെ കരുതലിൻ്റെ ആദ്യ പ്രതിഫലനമാണെന്നും ലോകത്തിൻ്റെ ഭാവിക്ക് അമ്മമാരുടെ നോട്ടവും കരുതലും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മറ്റു പ്രധാന വാർത്തകൾ. വത്തിക്കാൻ ദിക്കാസ്ട്രി ഫോർ ദി ഡോക്ട്രിൻ ഓഫ് ദി ഫെയ്ത്ത് പുറപ്പെടുവിച്ച പ്രസ്താവന പ്രകാരം വിഘടിച്ചു നിൽക്കുന്ന പരമ്പരാഗത വിഭാഗങ്ങൾക്ക് വത്തിക്കാൻ അന്തിമ മുന്നറിയിപ്പ് നൽകി. ബ്രസീലിൽ നിന്നുള്ള കർമ്മലീത്ത സന്യാസിനി സിസ്റ്റർ നാദിർ സാന്റോസ് ഡസിൽവ സഹോദരിമാരെ മുങ്ങിമരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനിടെ ജീവൻ വെടിഞ്ഞ സംഭവത്തിൽ വത്തിക്കാൻ അനുശോചനം രേഖപ്പെടുത്തി. വിദ്യാഭ്യാസ മേഖലയിലെ സാന്നിധ്യം. മെയ് 14 വ്യാഴാഴ്ച രാവിലെ പരിശുദ്ധ പിതാവ് റോമിലെ പ്രശസ്തമായ സപ്പിയൻസ സർവകലാശാല സന്ദർശിക്കും. ആധുനിക ലോകത്ത് ശാസ്ത്രവും വിശ്വാസവും എങ്ങനെ ഒത്തുപോകണമെന്ന വിഷയത്തിൽ അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിക്കും. വത്തിക്കാൻ ലൈബ്രറിയിലെ പുതിയ ഡിജിറ്റൽ ശേഖരത്തിൻ്റെ ഉദ്ഘാടനവും ഈ സന്ദർശന വേളയിൽ അദ്ദേഹം നിർവഹിക്കുന്നതാണ്. ഞായറാഴ്ച പ്രാർത്ഥന. മെയ് 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടുന്ന വിശ്വാസികൾക്കൊപ്പം മാർപ്പാപ്പ റെജീന ചേലി പ്രാർത്ഥന നയിക്കും. ലോക സമാധാനത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കാൻ അദ്ദേഹം വിശ്വാസികളോട് ആവശ്യപ്പെടുമെന്ന് വത്തിക്കാൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. റേഡിയോ മരിയയുടെ പ്രിയ ശ്രോതാക്കളെ, പരിശുദ്ധ പിതാവിൻ്റെ ഓരോ യാത്രയും ഓരോ സന്ദേശവും ലോകത്തിന് പ്രത്യാശ നൽകുന്നവയാണ്. നമ്മുടെ ഇടയനായ ലിയോ 14 മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായും അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ വിജയപ്രദമാകുന്നതിനായും നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നുചേരാം. സഭയുടെ ശബ്ദമായി റേഡിയോ മരിയ നിങ്ങളോടൊപ്പമുണ്ട്. റേഡിയോ മരിയ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി. റേഡിയോ മരിയയ്ക്ക് വേണ്ടി വത്തിക്കാനിൽ നിന്ന് രാജി അനൂപാണ് വാർത്തകൾ നിങ്ങളോട് പങ്കുവച്ചത്.